നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് മ്യൂച്വൽ ഫണ്ടും ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ ഒരു വ്യക്തിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാർ ആദ്യം പറയുന്നത് കിട്ടുന്ന കാശ് അടിച്ചുപൊളിച്ച് കളയാതെ സമ്പാദിക്കാൻ ശ്രമിക്കുക എന്നാണ്. അതിനുവേണ്ടി നീ ഒരു ചിട്ടിയിൽ ചേരുക. ഒരു വ്യക്തി 5000 രൂപ വെച്ച് 100 മാസത്തെ ചിട്ടിയിൽ ചേരുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് 5% കമ്മീഷൻ കഴിച്ച് കിട്ടുന്ന തുക ഏകദേശം 5,70,000 താഴെയാണ്. ഇത് ഒരു 20 മാസം കൂടെ FD ഇട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന തുക 7 ലക്ഷത്തിന് താഴെയായിരിക്കും. 7 ലക്ഷം ഒന്ന് കൂട്ടാം. ഇതേ സമയം നമ്മൾ 5000 രൂപ വെച്ച് 10 വർഷത്തേക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ അടച്ചാൽ കിട്ടുന്ന തുക ഇതിന്റെ ഏകദേശം 10 മടങ്ങായിരിക്കും. ഒരു ഉദാഹരണം പറയാം. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എന്നൊരു ഫണ്ടുണ്ട്. അതിൽ 5000 രൂപ വെച്ച് 10 വർഷത്തേക്ക് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന തുക 24 ലക്ഷം രൂപയാണ്. ചിട്ടിയിൽ നമുക്ക് കിട്ടിയത് ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്നത് 24 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അതായത് ചിട്ടിയേക്കാൾ 3 ഇരട്ടിയോളം നമുക്ക് തുക ലഭിക്കും. പലരും പറയുന്നുണ്ട് ആദ്യമേ ചിട്ടി പിടിച്ച് FDയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തുക കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8 ലക്ഷത്തിനടുത്ത് അതിൽ കൂടുതൽ കിട്ടത്തില്ല. അങ്ങനെ 3 ഇരട്ടി നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ കിട്ടും. തീർച്ചയായിട്ടും ചിട്ടിയേക്കാൾ നിക്ഷേപത്തിന് പരിഗണിക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്.